ഷെലൻസ് കിച്ചണാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെമ്മീൻ കിണ്ണത്തപ്പമാണ്. ഒരു ഗ്ലാസ് കൈമയരി 4 മണിക്കൂർ കുതിരാൻ വെക്കാം. 150 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആവണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്, അത് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, കുറച്ച് വേപ്പില, ഒരു പകുതി തക്കാളി ചെറുതായി എരിഞ്ഞത്. തക്കാളി പകുതി ഇട്ടാൽ മതി, നമുക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, ചെറിയൊരു പുളിയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചക്കുത്ത് മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതെല്ലാം വഴന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ 4 മണിക്കൂർ കുതിരാൻ വെച്ച കൈമേരി ചേർക്കാം. ജീരകശാലയും യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളമെല്ലാം നല്ല ഊറ്റിയെടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2 ഏലക്കായുടെ തൊലി കളഞ്ഞത്, 1 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, 2.25 ഗ്ലാസ് തേങ്ങാപ്പാല്. ഒരു തേങ്ങയിൽ നിന്നെടുത്ത നല്ല തിക്ക് പാലാണ്. ഏത് ഗ്ലാസ്സിനാണ് നമ്മൾ അരിയെടുത്ത് ആ സെയിം ഗ്ലാസ്സിന് തന്നെ അളന്ന് വേണം തേങ്ങാപ്പാലും എടുക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് തേങ്ങാപ്പാൽ, അതാണ് കണക്ക്. നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം നമുക്കിതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ബിരിയാണി അരി എടുക്കുമ്പോൾ നമ്മളുടെ ഈ കിണ്ണത്തപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കിട്ടും. പച്ചരി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ ഇത്ര ഒരു ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടില്ല. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഒരു സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് ഒന്ന് ചുറ്റി ഫുള്ളൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഈ സ്റ്റീൽ ബൗൾ വെച്ച് നമുക്ക് അരി അരച്ച മിശ്രിതം ചേർക്കാം. ഒരു 1/4 ഭാഗത്തോളം മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് വേവിക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വേവണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവണം തൊട്ട് നോക്കുമ്പോൾ. അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ മസാല ചേർക്കാം. നമ്മൾ ഈ അരി അരച്ചത് നേരത്തെ നമ്മൾ സെറ്റായില്ലെങ്കിൽ ഈ ചെമ്മീൻ മസാല താഴത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് സെറ്റായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി അതൊന്ന് ലെവൽ ചെയ്യാം. ഇനി ബാക്കിയുള്ള അരി അരച്ച മിശ്രിതം കൂടി നമുക്ക് ചേർക്കാം. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒഴിക്കുമ്പം അതെല്ലാ വശത്തേക്കും പോയിക്കോളും. നടുക്കുന്ന് ഒഴിക്കുമ്പോൾ നടുക്കങ്ങ് കുഴിഞ്ഞു പോകും. സൈഡിൽ നിന്ന് ഒഴിക്കുന്നതാണ് നല്ലത്. നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 25 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പം ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു നമുക്ക് ചെമ്മീൻ്റെയും കൈമരിയുടെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. നമ്മളുടെ ചെമ്മീൻ കിണ്ണത്തപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.